ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് ആയിരുന്നു അല്ലേ. അപ്പോൾ ഫീഡ്ബാക്കിൻ്റെ നമ്മൾ പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫീഡ്ബാക്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിനിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ കണ്ടു. അതെന്തായിരുന്നു, വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് വിൽ ബി വി ഔട്ട് അല്ല സോറി ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വി ഔട്ട് ബൈ വി ഇൻ ആയിരുന്നു. ശരിയല്ല, ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട് ബൈ, നമ്മൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നാണ് വിളിച്ചത് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബീറ്റ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഫ്രാക്ഷൻ അല്ലേ. ആ ഫ്രാക്ഷൻ എന്ത് ചെയ്യും, നമ്മളുടെ ഔട്ട്പുട്ട് സിഗ്നലിൽ നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് നമ്മൾ വി ഔട്ടിനെ കണ്ടു കഴിയുമ്പോൾ ബീറ്റ ഇൻറ്റു വി ഔട്ട് വരും. അതാണ് നമ്മൾ വി എഫ് എന്ന് പറഞ്ഞത് അല്ലേ. ഇതിന് തന്നെ രണ്ട് ടൈപ്പ് നമുക്ക് എഴുതാം. ഒന്ന് നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി എസ് മൈനസ് വി എഫ്. ഇത് ഏതായിരുന്നു സാധനം, ദിസ് ഈസ് ഈക്വൽ ടു വി എസ് മൈനസ് വി എഫിന് പകരം ബീറ്റ ഇൻറ്റു വി ഔട്ട്. ഇതാണ് നമ്മുടെ എന്ത് ഫീഡ്ബാക്ക്, ദിസ് ഈസ് യുവർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ശരിയാണല്ലോ. സിമിലർലി വി ഇൻ ഈസ് ഈക്വൽ ടു വി എസ് പ്ലസ് വി എഫ് ഉണ്ട്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു വി ഔട്ട്. ഇതാണ് നമ്മുടെ എന്ത്, ദിസ് ഈസ് കോൾഡ് ആസ് യുവർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി നമുക്ക് ഈ ഫീഡ്ബാക്കിന് നമുക്ക് എങ്ങനെ എഴുതാം, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഇൻ ഈസ് ഈക്വൽ ടു വി എസ് പ്ലസ് ഓർ മൈനസ് ബീറ്റ ഇൻറ്റു വി ഔട്ട് എന്ന് എഴുതാം. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻ ഫേസ് ആണോ ഔട്ട് ഓഫ് ഫേസ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മാറി എഴുതിയാൽ മതി. ശരിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ആംപ്ലിഫയറിൻ്റെ കേസിൽ എന്താണ് എടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് നമ്മളെ വി ഔട്ട് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറയാം, എ ഇൻറ്റു വി എന്നാന്ന് അറിയാലോ അല്ലേ. അപ്പോൾ എ ഇൻറ്റു വി ഇന്നിന് പകരം നമുക്ക് എന്ത് ചെയ്താം, വി എസ് മൈനസ് ബീറ്റ ഇൻറ്റു വി ഔട്ട്. ശരിയല്ലേ, ബീറ്റ ഇൻറ്റു വി ഔട്ട്. ഓക്കെ 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 ഒരു മിനിറ്റ്, ചെറിയൊരു എറർ ഉണ്ട്. നമ്മൾ വി എസ് മൈനസ് വി എഫ്, ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ, സോറി ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ. അതുപോലെ ഇത് പോസിറ്റീവ് അല്ലേ, അല്ല ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഇത് പോസിറ്റീവ് അല്ല, നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു മാറിപ്പോയതാണ്, ഹോപ്പ് യു ആർ ക്ലിയർ. ഓക്കെ, ഇതാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ എന്ത് ചെയ്ത് പോസിറ്റീവ് ഫീഡ്ബാക്കിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എ ഇൻറ്റു വി എസ് മൈനസ് ബീറ്റ വി ഔട്ട്. അപ്പം ഇനി ഇതിൽ നമ്മൾ എന്ത് വെച്ചാൽ വി ഔട്ട് തന്നെ എഴുതാം. നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരുന്നത്, 1 പ്ലസ് ബീറ്റ എ ഇൻറ്റു വി ഔട്ട് ഈക്വൽ ടു എ ഇൻറ്റു വി എസ്. ശരിയാണല്ലോ. അപ്പോൾ വി ഔട്ട് ബൈ വി എസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, നമുക്ക് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എ എന്ന് പറയാം അല്ലേ. ഈ വി ഔട്ട് ബൈ വി എസ് അല്ലേ നമ്മുടെ എന്ത് വോൾട്ടേജ് ഗെയിൻ. ശരിയല്ലേ, ഇതല്ലേ നമ്മൾ വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ നമുക്ക് ഇനി മുതൽ നമുക്ക് വോൾട്ടേജ് ഗെയിൻ ഓഫ് യുവർ ആംപ്ലിഫയർ വിത്ത് യുവർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അല്ലേ. വിത്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എ. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എഴുതാം, എ എഫ് ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എ. ദിസ് ഈസ് ദ ഗെയിൻ ഓഫ് യുവർ ആംപ്ലിഫയർ വിത്ത് യുവർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇനി മുതൽ ഈ ഇക്വേഷൻ കണ്ടാൽ അത് ഓർക്കുക, അത് ഏതിനാണ്, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ആംപ്ലിഫയർ ഗെയിനിൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതുപോലെ നമ്മളെ പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനും നമ്മൾ ചെയ്യുന്നില്ല, അതിന് ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇതൊക്കെ തന്നെയാണ്, ഇവിടെ ചെറിയൊരു മൈനസിൻ്റെ ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ എ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കാനുള്ളത് ബീറ്റ എ എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക പേരുണ്ട്. ഈ ബീറ്റ എ എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫാക്ടർ. ഓക്കെ, ബീറ്റ എ ആണെന്ത് ഫീഡ്ബാക്ക് ഫാക്ടർ. അതുപോലെ ബീറ്റ എന്ന് പറയുന്ന സാധനമാണ് ഫീഡ്ബാക്ക് റേഷ്യോ. ഓക്കെ, ബീറ്റ എ ആണ് ഫീഡ്ബാക്ക് ഫാക്ടർ, ബീറ്റ ഫീഡ്ബാക്ക് റേഷ്യോ. അതുപോലെ നമ്മൾ പറഞ്ഞു ഈ 1 നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതാമല്ലോ. 1 പ്ലസ് ബീറ്റ എയും വരും, 1 മൈനസ് ബീറ്റ. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് ബീറ്റ എ എന്ന് പറയുന്ന പേരാണ് ലൂപ്പ് ഗെയിൻ. ഓക്കെ, അപ്പോൾ ലൂപ്പ് ഗെയിൻ ആണെന്ത് 1 പ്ലസ് ഓർ മൈനസ് ബീറ്റ എ. ഓക്കെ, അതുപോലെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ആംപ്ലിഫയർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് അല്ലേ. അത് നമ്മളെ സി കോൺഫിഗറേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. കാരണം അപ്പോഴാണ് എന്ത് ചെയ്യുക, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ,
അപ്പം ഇനി നമ്മൾ വേറൊരു ഈ 1 - ബീറ്റ എ എന്ന് പറഞ്ഞ ടേമിന് വിത്ത് റെസ്പെക്ട് നമ്മൾ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് 1 - ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൂപ്പ് ഗെയിൻ ആണ് അല്ലേ. അപ്പോൾ ഈ 1 - ബീറ്റ എ ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എ. ശരിയാണല്ലോ. അത് ഏതിൻ്റെ കണ്ടീഷനാണ്? ഇത് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കണ്ടീഷനാണ്. ശരിയല്ല. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഗെയിൻ കൂടും, പക്ഷേ എന്നാൽ ഡിസ്റ്റോർഷൻ സംഭവിക്കും, സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കുറയും അല്ലേ. ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 - ബീറ്റ എ 0 ആവാം. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ എ എഫ് എന്താ വെച്ചാൽ ഇൻഫിനിറ്റി ആവും. ഓക്കെ, ഇതെപ്പോഴാണ് പോസിബിൾ ആവാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻപുട്ട് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് ഏതുപോലെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ലൂപ്പ് ഈ കണ്ടീഷനിൽ, ഈ സിറ്റുവേഷനിൽ ഇത് ഏതിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതൊരു ഓസിലേറ്റർ പോലെ എന്ത് ചെയ്യാം? ഓപ്പറേറ്റ് ചെയ്യാം. ശരിയാണല്ലോ. അടുത്തത് 1 - ബീറ്റ എ ഗ്രേറ്റർ ദാൻ യൂണിറ്റി. അതായത് നിങ്ങളുടെ എ എഫ് ലെസ് ദാൻ എ ആണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എന്ത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കണ്ടീഷൻ. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഗെയിൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ നോട്ട് ചെയ്യാനുള്ളത്. വേറെ കൂടുതലായിട്ടൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം നോക്കാം. An amplifier with a negative feedback provides output voltage of 5 volt with an input voltage of 0.2 അല്ലേ തന്നിട്ടുണ്ട്. On removal of your feedback it needs only 1.1 volt input to the same input. ഫീഡ്ബാക്ക് റിമൂവ് ചെയ്യുമ്പോൾ അത്രയേ വേണ്ടൂ. ഗെയിൻ വിത്ത് ഫീഡ്ബാക്കും വിത്തൗട്ട് ഫീഡ്ബാക്കും. ആദ്യം നമുക്ക് വിത്തൗട്ട് ഫീഡ്ബാക്ക് കാണാം. സിമ്പിൾ എ. ഓക്കെ, അതാണ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. അപ്പോൾ അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 5 / ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? റിമൂവൽ ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഫീഡ്ബാക്ക് ഇല്ലാത്ത സമയത്ത്, അതാണല്ലോ 0.1. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 50 അല്ലേ. ഇനി വിത്ത് ഫീഡ്ബാക്ക്, അതാണ് എ എഫ്. എത്രയാണ്? 5 / വിത്ത് ഫീഡ്ബാക്ക് എത്രയാണ്? 0.2. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 25. കണ്ടോ, ഗെയിൻ കുറഞ്ഞത് കണ്ടോ? നമ്മൾ വിത്തൗട്ട് ഫീഡ്ബാക്കിൽ 50 കിട്ടിയ സാധനത്തിൽ വിത്ത് ഫീഡ്ബാക്ക് 25 കിട്ടുന്നുള്ളൂ അല്ലേ. അപ്പം അത് നോക്കാം. പിന്നെ കാണുന്ന ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് നമുക്ക് നോക്കാം. ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് കിട്ടി അല്ലേ. ഫീഡ്ബാക്ക് റേഷ്യോ ആണ് കാണേണ്ടത് അല്ലേ. ഫീഡ്ബാക്ക് റേഷ്യോ ആണ് നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. A/1 + ബീറ്റ എ. ഓക്കെ, എ എഫ് എത്ര? 25 കിട്ടി. എ എത്രയാണ്? ഓപ്പൺ ലൂപ്പ് 50 / 1 + എ 50 ബീറ്റ അല്ലേ. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബീറ്റ മാത്രം എങ്ങനെ വരും? ബീറ്റ ഈസ് ഈക്വൽ ടു 50/25 - 1 / 50. സോ ആൻസർ വിൽ ബി 0.02. ഇതാണ് നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഓക്കെ, ഇത് ചെറിയ പ്രോബ്ലംസ് ആണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കുക. നിങ്ങൾ ഏതൊക്കെയാണ് ടെർമിനോളജികൾ കൃത്യമായിട്ട് ഓർക്കുക. ഫീഡ്ബാക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ബീറ്റയും, ബീറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? ബീറ്റ എന്ന ഫീഡ്ബാക്ക് ഫ്രാക്ഷനും, അതുപോലെ 1 ± ബീറ്റ എ ആണ് നമ്മുടെ എന്ത്? ലൂപ്പ് ഗെയിൻ. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ പറഞ്ഞു. ഗെയിൻ സ്റ്റെബിലിറ്റി ആണ് മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ, സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അതുപോലെ നമ്മുടെ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ കുറയാന്ന് വെച്ചാൽ എത്ര ഫാക്ടറിലാണ് കുറയാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 1 + a ബീറ്റ ഫാക്ടറിൽ കുറയും. അതുപോലെ നോയ്സും കുറയും. സെയിം ഫാക്ടറിൽ എന്ത് ചെയ്യും? നോയ്സും കുറയും. ബാൻഡ് വിഡ്ത്ത് കൂടും, അടുത്തൊരു അഡ്വാൻറ്റേജ്. അതുപോലെ ബാൻഡ് വിഡ്ത്ത് കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഫ്രീക്വൻസി റെസ്പോൺസ് കൂടുക എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അതുപോലെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ത് ചെയ്യും? കൂടും ബൈ എ ഫാക്ടർ ഓഫ് 1 + a ബീറ്റ. സിമിലർലി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ത് ചെയ്യും? കുറയും അറ്റ് ദ ഫാക്ടർ ഓഫ് 1 + a ബീറ്റ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെബിലൈസേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? റിഡക്ഷൻസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സാധാരണ നമ്മൾ പാരാമീറ്റേഴ്സിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ വേരിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആവണം. ഓക്കെ, അതാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ വേരിയേഷൻ, അതുപോലെ നമ്മുടെ ഏജിങ്, അതുപോലെ ട്രാൻസിസ്റ്റർ പാരാമീറ്ററിൻ്റെ വേരിയേഷൻസ്, ഇതൊക്കെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആക്കണം നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി.
ഓക്കെ, അപ്പോൾ നമുക്കെന്ന് പറയാം ഗെയിൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ ദീസ് എലമെൻറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗെയിൻ സ്റ്റെബിലൈസ്ഡ് ആയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പം മെയിൻ പോയിന്റ് ആണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇംപ്രൂവ്സ് ദ എന്താണ് ഗെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ദ ആംപ്ലിഫയർ. ഓക്കെ, ആംപ്ലിഫയറിൻ്റെ ഗെയിൻ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഇക്വേഷനാണ് ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യാനുള്ളത്. നമുക്ക് നോട്ട് ചെയ്യാം. DAF/AF is equal to 1/1 plus beta A into DA/A. ഓക്കെ, അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ഈ 1 plus beta A വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആവും. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ 1 plus beta A വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആവും. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഗെയിൻ വിത്ത് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ലെസ് ദാൻ ദ പെർസെൻറ്റേജ് ഗെയിൻ ഇൻ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. ഓക്കെ, പെർസെൻറ്റേജ് ഗെയിൻ എന്ത് ചെയ്യും, നെഗറ്റീവ് ഫീഡ്ബാക്കിൽ കുറവായിരിക്കും വിത്ത് റെസ്പെക്ട് ടു വിത്തൗട്ട് ഫീഡ്ബാക്കിൽ. അങ്ങനെയാണ് ഗെയിൻ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നത്, ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. വേറെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, മാത്രമേ ഉള്ളൂ. ഇനി റിഡക്ഷൻ ഉണ്ട്, ഓരോരോ റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഈ റിഡക്ഷൻ്റെ കേസിൽ നമ്മൾ പല ടൈപ്പ് റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ്റെ കുറവ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ല. ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏത് നമ്മുടെ ഫീഡ്ബാക്ക് കാരണം നമ്മൾ എന്ത് ഫീഡ്ബാക്ക് ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ എന്ത് ചെയ്യുന്നു, കുറയുന്നുണ്ട്. പിന്നെ അടുത്താണ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയർ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയർ കൺസിഡർ ചെയ്യുന്ന കേസിൽ നമ്മളിത് എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആംപ്ലിഫയർ ഗെയിൻ A എടുക്കുക. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റോർഷനാണ് D. ഓക്കെ, ഔട്ട്പുട്ട് സിഗ്നൽ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഇല്ലാത്ത സമയത്ത് ഡിസ്റ്റോർഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, ഔട്ട്പുട്ട് ആസ് വെൽ ആസ് യുവർ ഡിസ്റ്റോർഷൻ, ഔട്ട്പുട്ടും ഡിസ്റ്റോർഷനും എന്ത് ചെയ്യും, ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്യും, വരും അല്ലേ. ഔട്ട്പുട്ടും ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം ഈ ഡിസ്റ്റോർഷനും ഉണ്ടാവും. ഓക്കെ, അപ്പം ഫീഡ്ബാക്കിൻ്റെ ഗെയിൻ നമ്മൾ AF എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ ഡിസ്റ്റോർഷനിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ DF എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു പാർട്ട് ഓഫ് ഫീഡ്ബാക്ക് ഡിസ്റ്റോർഷനാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിലേക്ക് വരിക. ആ പാർട്ട് നമ്മൾ ബീറ്റ ഇൻറ്റു DF കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഇത് ആംപ്ലിഫിക്കേഷൻ എത്ര സംഭവിക്കുക, അതിൻ്റെ ടോട്ടൽ ആംപ്ലിഫിക്കേഷൻ എന്ന് സംഭവിക്കുന്നത് ഇറ്റ് ആംപ്ലിഫൈസ് ബൈ ഫാക്ടർ ഓഫ് A. ശരി, അപ്പം മൊത്തത്തിൽ ഇറ്റ് ഗെറ്റ്സ് ആംപ്ലിഫൈഡ്, ഈ ഡിസ്റ്റോർഷൻ ഗെറ്റ്സ് ആംപ്ലിഫൈഡ് ബൈ ഫാക്ടർ ഓഫ് A. അപ്പം മൊത്തത്തിൽ എന്ത് വരും, A ബീറ്റ DF നമുക്ക് എന്ത് ചെയ്യും, വരും അല്ലേ. അപ്പം ഇത്രയും ആണ് നമ്മുടെ ആംപ്ലിഫിക്കേഷൻ മൊത്തം വന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് ഡിസ്റ്റോർഷൻ, നമ്മൾ ഡിസ്റ്റോർഷനാണ് കാണുന്നത് കേട്ടോ. അപ്പം നെറ്റ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് ഡിസ്റ്റോർഷൻ DF കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഡിസ്റ്റോർഷൻ മൈനസ് നിങ്ങളുടെ പുതിയ ഡിസ്റ്റോർഷൻ എത്രയാണ് മൊത്തത്തിൽ, ബീറ്റ A ഇൻറ്റു DF. ശരിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസ്റ്റോർഷൻ്റെ ഒരു ഇക്വേഷൻ എഴുതുവാണെങ്കിൽ DF ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ A. ഇത് ചോദിക്കാറുണ്ട്, DF ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ A. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റോർഷൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ ദ സെയിം ഫാക്ടർ ആസ് ദ ഗെയിൻ്റെ അതേ ഫാക്ടറിൽ നമ്മൾ ഡിസ്റ്റോർഷൻ എന്ത് ചെയ്യുവാണ്, റെഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോയ്സും എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, റെഡ്യൂസ് ചെയ്യാൻ നോയ്സും നമുക്ക് എന്ത് ചെയ്യാം, ഹാപ്പൻ ചെയ്യാം 1 ബൈ എ ഫാക്ടർ ഓഫ് 1 പ്ലസ് ബീറ്റ A. അടുത്ത ചെറിയൊരു പ്രോബ്ലം നോക്കാം. ആൻ ആംപ്ലിഫയർ ആസ് എൻ ഇൻപുട്ട് ഓഫ് 10 mV, ഗെയിൻ 200 വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റോർഷൻ എത്രയാണ്, 10% തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിസൈഡ് ടു റെഡ്യൂസ് ഡിസ്റ്റോർഷൻ ടു 1% ബൈ യൂസിങ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇത് വിചാരിച്ചിരുന്ന 1% നെഗറ്റീവ് ഫീഡ്ബാക്കിൽ എന്ത് ചെയ്യാം, കുറയ്ക്കാമെന്നായിരുന്നു. ഗെയിനും കാൽക്കുലേറ്റ് ചെയ്യണം, നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ഫീഡ്ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്റ്റോർഷൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് പറയുന്നു, എത്രയാണ്, 10%. 10% വെച്ചാൽ 0.1. ഇനി ഡിസ്റ്റോർഷൻ വിത്ത് ഫീഡ്ബാക്ക് എത്രയാണ്, 1% അല്ലേ, കാരണം ഡിസ്റ്റോർഷൻ കാരണം. അപ്പോൾ എത്രയാണ്, 0.01 എഴുതാം. ആംപ്ലിഫയർ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് എത്രയാണ്, 200 അല്ലേ. അപ്പോൾ നമ്മളെ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ഫീഡ്ബാക്ക് എത്രയായിരുന്നു, D ബൈ 1 പ്ലസ് ബീറ്റ A അല്ലേ.
അപ്പോൾ എത്ര വരും? ഡി എന്ന് എത്രയാണ്? 0.1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട് എത്രയാണ്? 200 അല്ലേ? 200 ഇൻറ്റു ബീറ്റ അല്ല സോറി ഗെയിൻ തന്നിട്ടുണ്ട് 200. അപ്പം 200 ഇൻറ്റു ബീറ്റ. ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഡി എഫ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.01 ഈക്വൽ ടു 0.01. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാവുക 0.01 ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 200 ബീറ്റ അല്ലേ? നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇറ്റ് വിൽ ബി 4.5% അല്ലെങ്കിൽ 0.045. ഓക്കെ, അപ്പം നമ്മളത് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ആണ് അല്ലേ? അപ്പോൾ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് കാണുമ്പോൾ എത്ര വരും? ഇറ്റ് വിൽ ബി എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്ര 200 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എത്രയാണ്? 0.045 ഇൻറ്റു 200 അല്ല. അപ്പോൾ എത്ര കിട്ടും? ഇറ്റ് വിൽ ബി 20. ക്ലിയർ? ഇനി നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് കിട്ടുക? ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ എഫ് ഇൻറ്റു നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് അല്ല. അത്ര 20 ഇൻറ്റു 10 മില്ലി വോൾട്ട്. അപ്പോൾ എത്ര കിട്ടും? ഇറ്റ് വിൽ ബി 0.2 വോൾട്ട്. കാരണം വി ഔട്ട് എന്ന് പറഞ്ഞാൽ എ എന്നല്ലേ, എ എഫ് എന്ന് പറഞ്ഞാൽ വി ഔട്ട് ബൈ വി എസ് അല്ല. അപ്പോൾ വി ഔട്ട് എന്ന് പറഞ്ഞാൽ എ എഫ് ഇൻറ്റു വി എസ്. ഓക്കെ, അങ്ങനെയാണ് അതെന്ത് ചെയ്യുന്നത് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിക്കാനുള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും തൽക്കാലം ഇല്ല. അടുത്തത് എഫക്റ്റ് ഓഫ് യുവർ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ യുവർ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസിൽ നിങ്ങളുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സീരീസ് ഫീഡ്ബാക്ക് നോക്കാം. ഓക്കെ, അപ്പം മൊത്തത്തിലുള്ള സീരീസ് ഫീഡ്ബാക്ക് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. സീരീസ് ഫീഡ്ബാക്ക് അല്ലേ? അപ്പോൾ സീരീസ് ഫീഡ്ബാക്കിൽ എന്താണ് സംഭവിക്കുക നോക്കാം. നമ്മളെന്തായാലും ഈ മൊത്തം ഒരു ഡെറിവേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ട് വെച്ചുള്ള എക്സ്പ്ലനേഷനൊന്നും കാര്യമില്ല, കാരണം അതൊന്നും ചോദിക്കാറില്ല. അപ്പോൾ നമ്മളത് ജസ്റ്റ് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം പോവാം. അതാണ് കുറച്ചുകൂടി നല്ല. ഇക്വേഷൻ ഞാൻ എഴുതി തരാം, അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എഴുതിക്കോ നിങ്ങൾ. ഇൻപുട്ട് സീരീസ് വിത്ത് ഫീഡ്ബാക്ക് ZINF എന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു VS ബൈ I ഇൻപുട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു Z ഇൻറ്റു 1 പ്ലസ് ബീറ്റ എ. ഇത് ഓർത്താൽ മതി. ഇൻപുട്ട് സീരീസ് വിത്ത് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് സീരീസ് ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു Z ഇൻറ്റു 1 പ്ലസ് എന്താണ് നമ്മുടെ ബീറ്റ എ. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ഫീഡ്ബാക്കിലുള്ള സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എത്ര ഫാക്ടറിൽ? 1 പ്ലസ് ബീറ്റ എ. ഇത് രണ്ടിലും ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഏതിലൊക്കെ? ഇറ്റ് ഹാപ്പൻസ് ബോത്ത് ഇൻ യുവർ വോൾട്ടേജ് സീരീസിലും അതുപോലെ നമ്മളുടെ കറണ്ട് സീരീസ് കോൺഫിഗറേഷനിലും നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇനി അടുത്ത നമ്മൾക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഇൻപുട്ട് റെസിസ്റ്റൻസിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് സർക്യൂട്ടും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിലൊക്കെ ഞാൻ ലാസ്റ്റ് ഒരു ടേബിൾ ഓഫ് ഫോർമുലേറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ ആ ടേബിൾ മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതിയാവും. അതിലുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ ചോദിച്ച് കാണാറ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Z ഇൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എ ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് വിത്ത് യുവർ വോൾട്ടേജ് ആൻഡ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 പ്ലസ് ബീറ്റ എ അല്ലേ? സിമിലർലി അടുത്ത് കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിൻ്റെ പ്രത്യേകത എന്താണ്? കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിലും സെയിം എഫക്റ്റ് തന്നെയാണ് വരിക. Z ഇൻ എഫ് അല്ലെങ്കിൽ ഇൻപുട്ട് ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എ. ഓക്കെ, ഇവിടെയും ഇൻപുട്ട് ഇമ്പിഡൻസ് വിത്ത് യുവർ വോൾട്ടേജ് നമ്മൾ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് എന്താണ്? റെഡ്യൂസ് ചെയ്യുവാണ്. ഓക്കെ, ബൈ എ ഫാക്ടർ ഓഫ് 1 പ്ലസ് ബീറ്റ എ. അടുത്തത് എഫക്റ്റ് ഓഫ് യുവർ നെഗറ്റീവ് ഇമ്പിഡൻസ് ഓൺ യുവർ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ നിങ്ങളുടെ ഔട്ടാണല്ലോ വരിക. ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു Z ഔട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എ. ഓക്കെ, അപ്പോൾ എന്താണ് വോൾട്ടേജ് സീരീസിൽ എന്താണ്? റെഡ്യൂസ് ബൈ എ ഫാക്ടർ ഓഫ് 1 പ്ലസ് ബീറ്റ എ ആണ്. അതുപോലെ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിലോ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിൽ എന്താ സംഭവിക്കുക? It will be Z out feedback is equal to Z out into 1 plus beta A.
അപ്പോൾ ഇവിടെ കറണ്ട് ഷണ്ടിൽ എന്താണ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 1 + β a ആണ്. അതുപോലെ കറണ്ട് സീരീസിലോ കറണ്ട് സീരീസ് ഫീഡ്ബാക്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 + β a. അപ്പോൾ രണ്ട് സ്ഥലത്തും ഔട്ട്പുട്ട് എന്താണ് ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ടേബിളാറിലാക്കി തരാം, അപ്പം കുറച്ചും കൂടി എളുപ്പമുണ്ടാവും പഠിക്കാൻ. ഓക്കെ, പിന്നെ അത് മാത്രം പഠിച്ചാൽ മതി. അത് ചോദിക്കുക, അത് നമ്മൾ ഏത് പിക്ക് ചെയ്യുക, കറക്റ്റ് ഓർത്ത് വയ്ക്കുക, എഴുതുക. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് യുവർ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ യുവർ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ബാൻഡ് വിഡ്ത്തിലുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പം ആംപ്ലിഫയറിലേക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുവർ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് ആർ ഓൾസോ അഫക്റ്റഡ്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ നമ്മൾ രണ്ട് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താ അറിയാമെന്നല്ലോ. ഫസ്റ്റ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കുറയുക ചെയ്യണം, ലോവേഴ്സ് ബൈ എ ഫാക്ടർ ഓഫ് 1 + β a. ഓക്കെ, സിമിലർലി യുവർ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, നിങ്ങളുടെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ് ഈസ് ഇൻക്രീസ്ഡ്, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 + β a. ഓക്കെ, അപ്പോൾ അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. അപ്പം മൊത്തത്തിൽ എഫക്റ്റ് ഓഫ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള എഫക്റ്റ് എങ്ങനെ ചോദിച്ചാൽ ദ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യുവാണ് ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നിങ്ങളുടെ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യുവാണ് ഇൻക്രീസ് ചെയ്യുവാണെന്നുള്ള പോയിൻ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ അത് പഠിച്ചിരുന്നു. ബാൻഡ് വിഡ്ത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ബാൻഡ് വിഡ്ത്ത്, അതുപോലെ ഇറ്റ് ഇൻക്രീസസ് യുവർ ഫ്രീക്വൻസി റെസ്പോൺസ്, നിങ്ങളുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് കൂടുതൽ സ്ട്രെസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറിയേണ്ടത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർക്കുക. ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും ഇവിടെ നമുക്ക് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും, അതുപോലെ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഓരോ കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് എങ്ങനെ എടുത്ത് നോക്കണം എന്നുള്ളവർ നോക്കിക്കോ. പക്ഷേ ചോദ്യം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്യാതെ ഓരോന്നും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാത്തത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ എഫക്റ്റ് ഓഫ് യുവർ ആംപ്ലിഫയർ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ യുവർ ആംപ്ലിഫയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കമ്പാരിസൺ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ കമ്പാരിസണിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്ക്, കാരണം ഇതാണ് ചോദ്യം ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ടേബിൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം നോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഏത് ടൈപ്പ് ഫീഡ്ബാക്ക് ആണെന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. ഓക്കെ, ഇതിൽ ചോദിക്കുക ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ആ ഒരു പോയിൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്, അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ നമ്മളുടെ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക്. ഓക്കെ, ഏത് ഫീഡ്ബാക്ക് ആണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം ഇവിടെ എഴുതാം. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ എന്ത് ചെയ്യാം താഴെ എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണ് നമ്മുടെ കയ്യിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാമത്തെ വോൾട്ടേജ് ഗെയിൻ ആണ്. ഓക്കെ, രണ്ടാമത്തത് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. ഓക്കെ, മൂന്നാമത്തത് നോയ്സ്, നാലാമത്തത് ഇൻപുട്ട് ഇംപിഡൻസ്. ഓക്കെ, ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. അഞ്ചാമത്തത് ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ദെൻ സിക്സ്ത് വൺ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, നമുക്ക് ഓരോന്നിലും എന്തൊക്കെയാണ് ആൻസറുകൾ എന്നുള്ളത് എന്ത് ചെയ്യാം പഠിക്കാം. ആദ്യത്തെ സാധനമാണ് വോൾട്ടേജ് സീരീസ്. ഓക്കെ, പിന്നെ അടുത്തതാണ് വോൾട്ടേജ് ഷണ്ട്, അടുത്തതാണ് കറണ്ട് സീരീസ്, പിന്നെയാണ് കറണ്ട് ഷണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം വോൾട്ടേജ് ഗെയിനിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, വോൾട്ടേജ് ഗെയിന് എല്ലാ നമ്മളുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട്സിലും വോൾട്ടേജ് ഗെയിൻ എന്ത് ചെയ്യുവാണ് ഡിക്രീസ് ചെയ്യുവാണ്. ഓക്കെ, എല്ലാത്തിലും ഡിക്രീസസ് ആണ്. നിങ്ങൾ എന്ത് വോൾട്ടേജ് ഷണ്ടായോ സീരീസ് ആയോ ഇതിൻ്റെ ഒരു പ്രോബ്ലം ആക്ച്വലി നമ്മൾ ഓപ്പാമ്പ് എടുക്കുമ്പോൾ ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് ഓർമ്മയില്ല, നമ്മൾ ഒരെണ്ണം ചെയ്തിരുന്നു. വോൾട്ടേജ് ഗെയിൻ അല്ല, ഈ ഒരു ടേബിൾ വിത്ത് റെസ്പെക്ട് ഞാൻ പറഞ്ഞൊരു ടേബിൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതാണ്. ഓക്കെ,
ആ വോൾട്ടേജ് ഗെയിൻ എല്ലാത്തിനും ഡിക്രീസ് ചെയ്യുവാണ്. നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എന്താ സംഭവിക്കുക? നോൺ ലീനിയർ ഡിസ്റ്റോർഷനും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യുവാണ്. ഓക്കെ, ഇതും ഡിക്രീസസ്. ഓക്കെ, ദിസ് വൺ ഈസ് ഓൾസോ ഡിക്രീസസ്. ഓക്കെ, അടുത്ത നോയ്സ്. നോയ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതും എന്ത് ചെയ്യുവാണ്? എല്ലാ സ്ഥലത്തും ഡിക്രീസ് ചെയ്യുവാണ്. സോ ഓൾ ദ 3 ആർ ഡിക്രീസസ്. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കേണ്ടതാകെ ഒരു 3 എണ്ണമല്ല, ആക്ച്വലി 2 എണ്ണേ പഠിക്കാനുള്ളൂ. ബാൻഡ് വിഡ്ത്തും കൂടി ഞാനിപ്പം പറഞ്ഞുതരാം. ബാൻഡ് വിഡ്ത്ത് എന്ത് സംഭവിച്ചാൽ ബാൻഡ് വിഡ്ത്ത് എപ്പോഴും എന്താണ്? ഇൻക്രീസ് ചെയ്യുവാണ്. സോ ബാൻഡ് വിഡ്ത്ത് ഈസ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അപ്പം 3 കാര്യങ്ങൾ ഡിക്രീസ് ചെയ്യുന്നു. ഏതൊക്കെ 3 കാര്യങ്ങൾ ഡിക്രീസ് ചെയ്യുന്നു? വോൾട്ടേജ് ഗെയിൻ ഡിക്രീസ് ചെയ്യുന്നു, നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ഡിക്രീസ് ചെയ്യുന്നു, നോയ്സ് എന്തിന് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, വേറാസ് അപ്പോൾ ഇത് 3 ഡിക്രീസാണ്, ഈ 3 കാര്യങ്ങൾ. വേറാസ് യുവർ ബാൻഡ് വിഡ്ത്ത് ഈസ് എല്ലാ സമയത്തും ബാൻഡ് വിഡ്ത്ത് എല്ലാത്തിലും എന്താണ്? ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ആകെ പഠിക്കേണ്ട സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻപുട്ട് ഇമ്പിഡൻസോ ഔട്ട്പുട്ട് ഇമ്പിഡൻസേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പഠിച്ചു പോവുക. ഇതിൽ ആദ്യം വരുന്ന സാധനങ്ങൾ നോക്കുക. ആദ്യം വോൾട്ടേജിൻ്റെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വോൾട്ടേജ്, സീരീസ്, ഷണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് ഓർക്കുക, അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ടാവും. ആദ്യം സീരീസ് ഷണ്ട്. ഇവിടെ വി ഐ. ഓക്കെ, അപ്പോൾ സീരീസ് ഷണ്ട്. ഇവിടെ വോൾട്ടേജ്, കറണ്ട്. ഓക്കെ, ഇനി ഇൻപുട്ട് ഇംപിഡൻസിന് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻപുട്ട് ഇംപിഡൻസിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതാണ് ഇൻക്രീസ് ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ദിസ് ഇൻക്രീസസ് ഡിക്രീസസ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കണ്ട, കാരണം എക്സാമിന് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഫോർമാറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് എളുപ്പത്തിൽ നേടാമല്ലോ. അപ്പോൾ നമ്മൾ ആ ഫോർമാറ്റ് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇപ്പോൾ ഇതിൽ എന്താണ് ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ കേസിൽ ഇൻക്രീസ് ഡിക്രീസസ്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ കേസിൽ എന്താ വരിക? ഇൻ ദ കേസ് ഓഫ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഈസ് ആദ്യത്തെ 2 ഡിക്രീസ്. ഓക്കെ, ആദ്യത്തെ 2 എന്താണ്? ആദ്യത്തെ 2 ഡിക്രീസ് ചെയ്യുന്നു. പിന്നത്തെ 2 എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയുവാണെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്ന വോൾട്ടേജ് ഗെയിൻ, നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ, നോയ്സ്. ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആദ്യത്തെ 2 ഡിക്രീസ് ചെയ്യുന്നു, രണ്ടാമത്തെ 2 ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആദ്യത്തെ 2 ഡിക്രീസ്, അടുത്ത 2 ഇൻക്രീസ് ചെയ്യുന്നു. ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ കേസിൽ ഈ ഫോർമാറ്റ് ഓർക്കുക, ഇൻക്രീസ് ഡിക്രീസ്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്ന വോൾട്ടേജ് ആണ്, പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ്? കറണ്ടാണ്. അതിൽ കറണ്ട് തന്നെ സീരീസ് ഷണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എഴുതുന്ന ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇങ്ങനെ എഴുതും വോൾട്ടേജ്, ഇവിടെ ഞാൻ പിന്നെ എഴുതുന്നത് കറണ്ട്. നിങ്ങൾ എക്സാം കിട്ടിയാൽ ഇങ്ങനെ എഴുതാൽ മതി. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ എന്താണ് എഴുതുന്നത്? ഇവിടെ സീരീസും ഉണ്ട്, ഇവിടെ ഷണ്ടും ഉണ്ട്. വോൾട്ടേജ് സീരീസ് ഷണ്ടും ഉണ്ട്. അതുപോലെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സീരീസും ഷണ്ടും ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ആദ്യം നമ്മളുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണല്ലോ നമ്മളെ പ്രശ്നക്കാരൻ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ആദ്യം ഞാൻ ഇൻപുട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു സാധനം നിങ്ങൾ ടേബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. നിങ്ങൾ ടേബിൾ നോക്കി ഫില്ല് ചെയ്യുക. ഔട്ട്പുട്ട് എന്താ ചെയ്യുന്നത്? 2 ഡിക്രീസ്, 2 ഇൻക്രീസ്. ഡിക്രീസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഇത് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ആ ടേബിൾ നോക്കി ഫില്ല് ചെയ്താൽ പോരെ. കറക്റ്റായിട്ട് പഠിക്കണമെന്നില്ല, നിങ്ങൾ ഇത് മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് വേണം ചെയ്തോ. മാർക്ക് ഒരെണ്ണം എന്തായാലും പോകരുത്. കാരണം ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയറിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ചോദ്യം ചോദിക്കാൻ ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റുകൾ നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് നോക്കുക. ഓക്കെ, പിന്നെ 2-3 പോയിന്റ് കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇല്ലേ, ആ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ്റെ വാല്യൂ ബിറ്റ്വീൻ 0 and 1 ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണേ. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ്റെ വാല്യൂ എപ്പോഴും 0 and 1 എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ബാക്കി വേറെ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയറിൽ. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓസിലേറ്റർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓസിലേറ്റർ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കാരണം നമ്മൾ ഓപ്പാമിൻ്റെ കേസിൽ ഓസിലേറ്ററുകൾ കുറച്ച് ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓസിലേറ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ വി വിൽ സീ ഇൻ യുവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ദെൻ താങ്ക് യു.